സുമോ മോട്ടോ ക്യാൻസലേഷൻ. ഒരു GST രജിസ്ട്രേഷൻ എടുത്താൽ നമ്മൾ അതിന്റെ മന്ത്ലി റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 മാസക്കാലം റിട്ടേൺ ഫയൽ ചെയ്യാത്ത രജിസ്ട്രേഷൻസിനെ ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലേഷൻ ചെയ്യും. ക്യാൻസലേഷൻ ചെയ്യുന്നതിന്റെ മുന്നേ നമുക്കൊരു നോട്ടീസ് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസിന് നമുക്ക് റീപ്ലൈ ഫയൽ ചെയ്യാൻ 90 ഡേയ്സ് ടൈം ഉണ്ടാവും. ഈ 90 ഡേയ്സിലും നമ്മൾ നോട്ടീസിന് റീപ്ലൈ ഫയൽ ചെയ്തിട്ടില്ല, നമ്മളെ പെൻഡിങ് റിട്ടേൺസ് കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഡിപ്പാർട്ട്മെന്റ് ഒരു രജിസ്ട്രേഷൻ സുമോ മോട്ടോ ക്യാൻസൽ ചെയ്യുക. സുമോ മോട്ടോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഇഷ്യൂ, നമ്മൾ ആ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള പാൻ ഇപ്പൊ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിയുടെ പാനിലേക്ക് ആ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഴയ രജിസ്ട്രേഷൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും കഴിയില്ല. അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പഴയതിലൊരു ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ രജിസ്ട്രേഷൻ അപ്രൂവൽ വരാനുള്ള ചാൻസസും വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിന്റെ റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അത് നമ്മളെ ബിസിനസ് ക്ലോസ് ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ GST രജിസ്ട്രേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാൻസലേഷൻ സബ്മിറ്റ് ചെയ്യണം.